രാഷ്ട്രീയം പറയരുതെന്ന് ചായക്കടകൾക്ക് മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചായക്കടകളിലെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ അത്രമേൽ അതിവൈകാരികമാകുന്നതാണ് ഇതിന് കാരണം. മലപ്പുറം തെരഞ്ഞെടുപ്പ് ചൂടിലമരുമ്പോൾ നഗര ഗ്രാമഭേദമില്ലാതെ ചായക്കടകളിലെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ചേട്ടാ, മലപ്പുറത്തെ പൊതുവിലുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ് പ്രാവശ്യം? ആര് വിജയിക്കുന്നതാണ് നിങ്ങളൊരു പ്രതീക്ഷ? അപ്പൊ നിങ്ങള് ഇടതുപക്ഷത്തെ അത്ര ചെറുതാക്കി കാണണോ? ചെറുതാക്കി കാണാം. കാരണം നമ്മൾക്കറിയാം നമ്മുടെ മണ്ഡലത്തിൽ മലപ്പുറത്തിന്റെ വികസനങ്ങളും കാര്യങ്ങളും അതിനനുസരിച്ച് ജനങ്ങൾ ഇന്നും പിന്നെ ലീഗിനോട് കൂടെ മറ്റേ UDF-നോട് സംവിധാനമാണ്. അങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത്? ഇവരുടെ വ്യക്തമായ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണിത്. പക്ഷെ എന്നിരുന്നാലും നല്ല കരുത്തനായ സ്ഥാനാർത്ഥിയാണ് LDF-നെ പഠിപ്പിച്ചത്. അതിൻ്റെ പേരിലും പിന്നെ BJP-ക്കെതിരെ അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആരും ചിന്തിക്കുള്ളൂ. ചിന്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഓരോ BJP-ക്കെതിരെ വോട്ട് ചെയ്യും. ഇവിടെ ഇപ്രാവശ്യം LDF നല്ലൊരു കാഴ്ചവെക്കും. MP പിന്നെ പൈസയിൽ മോശമുള്ള ആളൊന്നല്ല. ലീഗിൻ്റെ പോട്ടിയിൽ ജയിച്ചിട്ട് മലപ്പുറം ഇത് വന്ന ആളാണ്. ചായക്കടകളിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ എങ്ങനെയാണ്? പറഞ്ഞു കയറിയാൽ പിന്നെ അങ്ങ് കയറി തുടങ്ങും. ഇതുപോലെ മലപ്പുറത്തെ ഓരോ കവലകളിലും ഓരോ ആളുകൾ കൂടുന്ന എല്ലായിടങ്ങളിലും ആളുകൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രാഷ്ട്രീയം മാത്രമാണ്. പൂർണ്ണമായും മലപ്പുറം ഈ ഉപതെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു കേന്ദ്രത്തിൽ വീണ്ടും കാണാം.